മനുഷ്യവർഗത്തിൻ്റെ അതിക്രമം നിമിത്തമാണ് അവൻ മരിക്കുന്നത്. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തവും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തവും ദണ്ഡനമേറ്റ് മുറിവേറ്റിരിക്കുന്നു. 5-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം നമ്മുടെ സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നമ്മുടെ സൗഖ്യം എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. നമ്മുടെ സൗഖ്യം, ഇസ്രായേലിൻ്റെ സൗഖ്യത്തിൻ്റെ കാര്യം നമുക്ക് ആദ്യം എടുത്തു നോക്കാം. ഒരു വലിയ ചിന്താ വിഷയമാണ്. ഞാൻ ഇന്ന് അതിലേക്ക് കടക്കാനല്ല ആഗ്രഹിക്കുന്നെങ്കിലും 1-2 ചിന്താഗതികൾ പറയാം. ഇസ്രായേലിൻ്റെ സൗഖ്യം എന്ന് പറയുന്നത് വെറും രോഗശാന്തി മാത്രമല്ല. ഇസ്രായേലിൻ്റെ സൗഖ്യം എന്ന് പറയുന്നത് ശരീരത്തിന് പുറത്തു വരുന്ന രോഗങ്ങളുടെ മേലുള്ള വിടുതൽ മാത്രമല്ല. ദണ്ഡിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനതതി, ബന്ധിക്കപ്പെട്ടു പോയ ഒരു ജനം, അതിൻ്റെ സൗഖ്യം എന്ന് പറയുന്നത് ദൈവജനം മടങ്ങി വന്ന് ദൈവത്തിങ്കലേക്ക് വന്ന് അനുഗ്രഹം പ്രാപിച്ച് ആ സകല വീഴ്ചകളിൽ നിന്ന് അവരെ വിടുതൽ പ്രാപിച്ച് സന്തോഷം അനുഭവിക്കുന്നതിനാണ് ആ സൗഖ്യം എന്ന് പറയുന്നത്. ഡെലിവറൻസ്, അതിനകത്ത് മാനസികമുണ്ട്, ആത്മീയമുണ്ട്, രാഷ്ട്രീയമുണ്ട്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമുണ്ട്, കുടുംബപരമായിട്ടുള്ളതുണ്ട്, ചരിത്രപരമായ വിഷയമുണ്ട്. അവരുടെ നിന്ദ കിടക്കുക ചരിത്രത്തിൻ്റെ മേൽ, അത് ഉരുട്ടി മാറ്റണമെങ്കിൽ അങ്ങനെ ശക്തനായ ഒരുത്തൻ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. ഇത് ആണ് ഒന്നാമത് കൈമാറുന്ന ദൂത്. നാം ദൈവദിനം വായിക്കുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഓഡിയൻസ് ആരാണെന്ന് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. ഫസ്റ്റ് ഓഡിയൻസ് ഇതാരോടാ പറഞ്ഞത് എന്നൊന്നും മനസ്സിലാക്കിയിട്ട് അടുത്ത ദൂതിലോട്ട് കയറുന്നതാണ് കുറച്ച് നല്ലത്. അപ്പോൾ നമുക്ക് വിശാല അർത്ഥത്തിൽ മനസ്സിലായി, വെറുതെ ഒരു രോഗശാന്തി പ്രാപിച്ച് വെറുതെ ഒരു തലവേദന അല്ലെങ്കിൽ കണ്ണിന് വേദന അല്ലെങ്കിൽ നടുവേദന മാറുന്ന കാര്യം മാത്രമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ സിമ്പിൾ തിങ്ങാണ്. യേശു കർത്താവിൻ്റെ മിനിസ്ട്രിയെ കുറിച്ച്, മശിഹയുടെ മിനിസ്ട്രിയെ കുറിച്ച് പറയുന്നതാണ്, അവൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന പെണ്ണ മുടന്തന്മാർ മാനിനെ പോലെ തുള്ളിച്ചാടാൻ തുടങ്ങി, കുരുട്ട് കണ്ണുകൾ തുറന്നു വരാൻ തുടങ്ങി, പൈശാചിക ബാധയിലായിരുന്നവർ വിടുവിക്കപ്പെടാൻ തുടങ്ങി. ഇതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. എന്നാൽ നല്ലൊരു കൂട്ടം ജനം ഇതാ ഭാവി ഇരുളടഞ്ഞിരിക്കുന്നതായി നാം കാണുവാൻ കഴിയുന്നു. വളരെ ബാധിക്കപ്പെട്ടിരിക്കുന്ന, ആരോരും സഹായിക്കാനില്ലാത്ത, ഒരു ഇടയനില്ലാത്ത, എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത, ചിന്നിയവരും കുഴങ്ങിയവരുമായ ഒരു കൂട്ടം ജനത്തെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അവരുടെ സൗഖ്യം എന്ന് പറയുന്നത് അവരെ യഥാർത്ഥത്തിൽ ലക്ഷ്യത്തിൽ എത്തിക്കുന്നതാണ്. ഇതെല്ലാം കൂടെ ചേർന്നാണ് ഇസ്രായേലിൻ്റെ സൗഖ്യം എന്ന് പറയുന്നത്. ഇസ്രായേലിൻ്റെ സൗഖ്യം, ഈ സൗഖ്യം യഥാർത്ഥമായി പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ദൈവമായിട്ട് അകന്നു പോയിരിക്കുന്ന വിടവിനെ കൂട്ടിച്ചേർക്കാൻ ദൈവികമായ ഒരു പദ്ധതി ഉണ്ടാക്കിയതാണ് മശിഹയുടെ മരണത്തിലൂടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, അവർ മശിഹയെ സ്വീകരിക്കുന്ന പക്ഷം സംഭവിക്കാൻ പോകുന്നത് രാഷ്ട്രീയമായിട്ട് അവർ മടങ്ങി വരാൻ പോകുന്നു, സാമൂഹികമായിട്ട് അവർ മടങ്ങി വരാൻ പോകുന്നു, ദൈവത്താൽ അംഗീകരിക്കപ്പെടാൻ പോകുന്നു. അവരെ ചവിട്ടി താത്തുകൊണ്ടിരിക്കുന്ന ജാതികൾക്ക് അവരുടെ മേൽ ഭയം വരാൻ പോകുന്നു. സകലത്തിന്മേലും ഇസ്രായേലിന്റെ ദൈവം വീണ്ടും ഒരു അഭിമാന വിഷയമാക്കി എടുക്കുന്നതാണ് അവരുടെ സൗഖ്യം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയാണെങ്കിൽ ഈ മശിഹായുടെ മരണമെന്ന് പറയുന്നത് ഇസ്രായേലിന് വേണ്ടി മാത്രമായിരുന്നില്ല, സകല മാനവജാതിക്കും വേണ്ടിയാണ് അതിൻ്റെ സൗഖ്യം ഒഴുകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൊരു ദൂത ഒളിഞ്ഞിടക്കുകയാണ്. വെറുതെ ഒരു രോഗശാന്തി മാത്രമല്ല കർത്താവ് തരാൻ പോകുന്നത്. അക്ഷരാർത്ഥത്തിൽ വഴിതെറ്റിപ്പോയി, എന്തെങ്കിലും ചെയ്യണമെന്ന് അറിയത്തില്ല, ലക്ഷ്യം തെറ്റിപ്പോയി, പാളിച്ച് സംഭവിച്ചു പോയി. ഇങ്ങനെ ഇരിക്കുന്ന ജനതതികൾക്ക് യഥാർത്ഥത്തിൽ ഒരു വിടുതൽ ദൈവം പകരുവാൻ ആഗ്രഹിക്കുന്നത് തൻ്റെ മരണത്തിലൂടെയാണ് മശിഹ പറയുന്നത്. അതാണ് കാൽവരി ക്രൂശിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തോട് സമാധാനം ഉണ്ടായി, ഹൃദയത്തിലെ കുറ്റം വിധിക്കുന്ന അനുഭവം മാറിപ്പോയി. മനസ്സാക്ഷി ഇങ്ങനെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ശരിയല്ല ശരിയല്ല ശരിയല്ല, അത് മാറിപ്പോയി. അകൃത്യത്തിൻ്റെ ഭാരം മാറിപ്പോയി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പറയുകയാണ് സൗഖ്യം വന്നിരിക്കുന്നത്. ഒരുത്തന്നെ തലവേദന ഇല്ല, നടുവേദന ഇല്ല, ശാരീരികമായിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിലും അവൻ്റെ ഹൃദയത്തിനകത്ത് എപ്പോഴും കുറ്റം വിധിക്കുന്ന അവസ്ഥയാണെങ്കിൽ
അവന് യാതൊരു സന്തോഷവുമില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു വിശേഷവുമില്ല, അവന് സൗഖ്യമല്ല, അവന് സുഖമല്ല. കർത്താവ് ചെയ്തത് ഇതിൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് കർത്താവ് ചെയ്തത്. കാൽവരി ക്രൂശിൽ കർത്താവ് ചെയ്യുന്ന മരണത്തിൻ്റെ ഉദ്ദേശം അതാണ്. മാനവവർഗത്തിൻ്റെ അതിക്രമ നിമിത്തം യേശു കർത്താവ് മരിക്കുകയും അവർക്ക് സമാധാനം രോഗശാന്തിയും വരുത്തുകയും ചെയ്തു. രണ്ടാമതായി മത്തായി സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യം. അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി, കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചു, മറുവിലയായി കൊടുക്കുവാൻ, റാൻസം, വീണ്ടെടുപ്പ് വില, അത് കൊടുക്കാൻ വേണ്ടിയാണ് യേശു കർത്താവ് മരിച്ചത്. അങ്ങനെ ഒരു വീണ്ടെടുപ്പ് വില കൊടുത്തത് കൊണ്ട് സംഭവിച്ചത്, അനിശ്ചിതാവസ്ഥയിലായിരുന്ന ഒരു കൂട്ടം ജനം സുനിശ്ചിതത്തിലായി. എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തൻ്റെ കയ്യിലായിപ്പോയി. എന്താ? വസ്തു, വീട്, ആധാരം എല്ലാം. അവൻ എന്ത് വേണം ചെയ്യാം, അനിശ്ചിതത്തിലിരിക്കുക. ഇനി വീണ്ടെടുപ്പ് വില കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചിങ്ങോട്ട് എഴുതി തന്നു, ഇതുവരെയുള്ള എൻ്റെ ക്ലെയിം എല്ലാം ഞാൻ എഴുതി തള്ളിയിരിക്കുന്നു, ഞാൻ ഇത്ര രൂപ വാങ്ങിച്ചിരിക്കുന്നു, ഇദ്ദേഹത്തിന് എൻ്റെ കൈവശം ഏൽപ്പിച്ചിരിക്കുന്നതെല്ലാം ഞാൻ തിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഇനി യാതൊരു ബാധ്യതയും എനിക്കതിന്മേലില്ല എന്ന് പറഞ്ഞ് അവസാനത്തെ സ്ഥാവര ജംഗമ വസ്തു വരെ ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് വരെ പറഞ്ഞ് തിരിച്ചു കൊടുക്കും. ഇതാണ് യേശു കർത്താവിലൂടെ സംഭവിച്ചത്. ഭൗതികമായ കാര്യമല്ല ഞാൻ പറയുന്നത്, മാനവവർഗത്തിൻ്റെ മുഴുവൻ വീണ്ടെടുപ്പിൻ്റെ കാര്യമാണ്. മറുവിലയായിട്ട് യേശു കർത്താവ് വില കൊടുത്തു കഴിഞ്ഞു. ഇനി അതിനെ അനുഭവിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ ഒരു കൊച്ചു കുട്ടിക്ക് വേണ്ടി നാം പോയി കടയിൽ കയറി മനോഹരമായ ഒരു ഉടുപ്പെടുത്ത് കൊടുത്തു. ആ ഉടുപ്പിൻ്റെ വില കൊടുക്കാൻ കുഞ്ഞിന് കഴിയത്തില്ല, എത്ര ശ്രമിച്ചാലും കഴിയില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ ഇനി ആ മാതാപിതാക്കൾക്ക് സന്തോഷിക്കാനുള്ളത്, ആ കുഞ്ഞ് സന്തോഷത്തോടെ അത് ഇടുക എന്നുള്ളതാണ്. രക്ഷയുടെ വസ്ത്രം സന്തോഷത്തോടെ നാം ഇടുന്നത് കാണുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ്. മറുവില അവന് കൊടുത്തു കഴിഞ്ഞു. മൂന്നാമത് യെശയ്യാ പ്രവചനം തന്നെ 53-ാം അധ്യായം 10-ാമത്തെ വാക്യം വീണ്ടും വായിക്കാം. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 10-ാമത്തെ വാക്യം. എങ്ങനെ? അകൃത്യയാഗമായി തീർന്നു. അകൃത്യയാഗം, പഴയ നിയമത്തിൽ അകൃത്യയാഗമുണ്ട്. ഈ അകൃത്യയാഗം എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇസ്രായേൽ പാപം ചെയ്തു, അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി പാപയാഗമുണ്ട്. പക്ഷെ ഈ അകൃത്യയാഗം വേറൊരു സെക്ഷനാണ്. അകൃത്യത്തിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ചെറിയ നിസാരവൽക്കരിച്ച് പോയിരിക്കുന്ന, സാരമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം, കൃത്യത തെറ്റിപ്പോയത്, കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യേണ്ട കാര്യം തെറ്റിപ്പോയി, കൃത്യത മാറിപ്പോയി. അത് മനുഷ്യന്റെ മുമ്പിൽ വലിയ കാര്യമൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ ദൈവത്തിന് മുമ്പിൽ വലിയ കാര്യമാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, പ്ലാറ്റ്ഫോം നമ്പർ 1 വരേണ്ട ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 2 വരും. അത് രണ്ടിടത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി, അയ്യോ മാറിപ്പോയത്, വേറൊരു ട്രെയിനിന്റെ മുമ്പിലോട്ട് എന്ന് കയറിയത്, പ്രശ്നമായി. ജനത്തിന് മനസ്സിലായത് അവസാനമാണ്. പക്ഷെ സംഭവിച്ചത് ഇത് ആദ്യം തന്നെ സംഭവിച്ചതാണ്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരൊറ്റ റെയിലേ ഉള്ളായിരുന്നു, ഒറ്റ പാളം മാത്രമേ ഉള്ളായിരുന്നു. ആദ്യം ഒരുപോലെ തോന്നിക്കുന്ന 2 വന്നു. അതിനകത്ത് ഒരല്പം മിസ്റ്റേക്കും ഉണ്ട്, ശ്രദ്ധക്കുറവുണ്ട്. എടുക്കരുതാത്ത ഒരു പോയിന്റ് എടുത്തു. ചെറിയ മിസ്റ്റേക്കേ ഉണ്ടായത്, വലിയ വിടവൊന്നുമല്ല. ട്രെയിന് ഇവിടെ ഇരിക്കുന്ന ട്രെയിൻ അങ്ങോട്ട് ചാടിക്കരുതൊന്നുമല്ല. ഇവൻ ഓടിക്കൊണ്ടിരിക്കുന്ന അതേ ചേർത്ത് വെച്ചിരിക്കുന്ന ആ റെയിലേലോട്ട് അറിയാതെ അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. ഇപ്പം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ അബദ്ധം പറ്റാറുണ്ട്. ഞാൻ പറഞ്ഞത്, ശരിയായ ലൈനിലേക്ക് വരേണ്ടതിന് പകരം ഒരു ചെറിയ മിസ്റ്റേക്ക്, ഒരു ചെറിയ അശ്രദ്ധ, അത് ചെറുതാണെന്ന് പക്ഷേ അദ്ദേഹത്തിന് പറയാൻ കഴിയും. മറുപടി അതല്ല, പരിണിതഫലം അതല്ല, വലിയ അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എടുത്തു മാറ്റാൻ കഴിയാത്ത രീതിയിൽ വേറൊരു ലൈനിലോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ ആ ട്രെയിനിനെ എടുത്ത് മാറ്റാൻ ഇങ്ങോട്ട് പറ്റത്തില്ല. ഇനി ഒറ്റ പരിപാടി എടുത്ത് തിരിച്ച് വരികയെന്നേ ഉള്ളൂ, ബാക്ക് എടുത്ത് പോവുക, കംപ്ലീറ്റ്
മാനവജാതിക്ക് പറ്റിയ അകൃത്യമെന്ന് പറയുന്നത് ചെറിയ ഒരു മിസ്റ്റേക്ക് ആണെന്ന് തോന്നിയാലും അത് ഒടുവിൽ എവിടെ ചെന്ന് അവസാനിക്കുന്നു? നിത്യ മരണത്തിൽ ചെന്ന് അവസാനിക്കുന്നു. ഈ ചെറിയ മിസ്റ്റേക്കിനെയാണ് അകൃത്യം എന്ന് പറയുന്നത്. വലിയ പാപമുണ്ട്, ആ പാപങ്ങൾ കൊടിയ പാപങ്ങളാണ്, അതിന് പാപയാഗം നിൽക്കുന്നുണ്ട്. പക്ഷേ ചെറുതെന്ന് പറഞ്ഞ് കണ്ണടച്ച് കളയാൻ പറ്റുന്ന ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്, അതും അവനെ തകർക്കാൻ പറ്റുന്നതാണ് എന്ന് കണ്ടുകൊണ്ട് മാനവജാതിയുടെ അതിക്രമങ്ങൾ, അകൃത്യങ്ങൾ അതിനുവേണ്ടി കൂടിയാണ് അവൻ മരിച്ചത്. എന്നും രക്ഷിക്കപ്പെടേണ്ട കാര്യമില്ല, ഒരിക്കലായിട്ടാണ് രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും യേശുവിൻ്റെ രക്തവുമായിട്ട് ബന്ധമുണ്ടോ? ഒരിക്കലായിട്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടു അല്ലേ? ഒരിക്കലായിട്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. സത്യം തുറന്നു പറഞ്ഞു. പൂർണ്ണ മാതാപിതാക്കൾ മുതൽ പെന്തക്കോസ്തുകാരൻ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, അദ്ദേഹത്തിന് ആ അനുഭവം ഉണ്ടായിട്ടില്ല. ഓട്ടെ, ഞാൻ പറഞ്ഞത് രക്ഷിക്കപ്പെട്ടവൻ്റെ കാര്യം. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ വീണ്ടും ജനനം പ്രാപിച്ചു, ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവൻ ജനിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ആ രക്തവുമായിട്ട് ഇനി നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇടപാടുണ്ടോ? പിശാചിനെ ഓടിക്കാൻ യേശുവിൻ്റെ രക്തം എന്താണെന്ന് പറയുന്നത്? അതിനാണോ യേശുവിൻ്റെ രക്തം നിൽക്കുന്നത്? തിരുവചനം പറയുന്നു, നാൾ തോറും ശുദ്ധീകരണം പ്രാപിക്കണം. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കണം. അപ്പോൾ ശുദ്ധീകരണം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉള്ളതാണ്. അത് ആരാണ് ചെയ്യേണ്ടത്? ജനിച്ച കുട്ടിയാണ് എല്ലാ ദിവസവും കുളിപ്പിക്കേണ്ട ആവശ്യം വരുന്നത്. ഞാൻ ഇന്നലെയും വന്ന് ക്ഷമ ചോദിച്ചതാണ് കർത്താവിനോട്. അതുകൊണ്ട് ഇത് എന്നും ആയിക്കഴിഞ്ഞാൽ നമുക്കും ഒരു ബോറാണ്, കർത്താവിനും ബോറാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനു വേണ്ടിയും കൂടി ആ രക്തം വെച്ചിരിക്കുന്നത്. അത് ആർക്കാ? വിശുദ്ധന്മാരുടെ കഴുകലിന് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി. ഒരിക്കലായി അവൻ മരിച്ചു, ഒരിക്കലായി നാം രക്ഷിക്കപ്പെട്ടു, അവൻ്റെ രാജ്യത്തിൽ നാം ജനിച്ചു. എന്നും ജനിക്കുന്നില്ല, പക്ഷെ എന്നും കഴുകലിൻ്റെ ആവശ്യമുണ്ട്. സാങ്ക്ടിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള ശുദ്ധീകരണം പ്രാപിക്കണം. നീതീകരണം നമുക്ക് ഒരിക്കലായി കിട്ടിക്കഴിഞ്ഞു. ദൈവത്തിൻ്റെ രാജ്യത്തിൽ ഇരുന്നുകൊണ്ട് അവൻ വിധി പുറപ്പെടുവിച്ചു. അവൻ്റെ ന്യായാസനത്തിൽ നിന്നുകൊണ്ട് ദൈവം വിധി പുറപ്പെടുവിച്ചു. ഞാൻ ഇനി ഇവനെ കുറ്റം വിധിക്കത്തില്ല. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, അതൊരു കോടതി പദമാണ്. നീതീകരണം കിട്ടി, പക്ഷെ നീതീകരണം കിട്ടിയത് കൊണ്ട് വിടുതൽ കിട്ടിയില്ല. എല്ലാ ദിവസവും എന്ത് വേണം? സാങ്ക്ടിഫിക്കേഷൻ വേണം, ശുദ്ധീകരണം വേണം. അതാണ് യേശുവിൻ്റെ രക്തം കൊണ്ടുള്ള രണ്ടാമത്തെ പ്രത്യേകത. അടുത്ത പോയിന്റ്, റോമാലേഖനം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം. റോമാലേഖനം 3:25. റോമർ 3:25. വിശ്വസിക്കുന്നവർക്ക് അവൻ മുഖാന്തരം പ്രായച്ചിത്തമാകാം. പ്രായച്ചിത്തം എന്താണ്? പ്രായച്ചിത്തം എന്ന് പറയുന്നത് ഒരു അബദ്ധം പറ്റിപ്പോയി, ആ അബദ്ധ നിമിത്തം വേറൊരാൾക്ക് വലിയ നഷ്ടം ഉണ്ടായി. ആ നഷ്ടം നികത്തേണ്ടത് ആവശ്യമാണെന്ന് കോടതി ഉത്തരവിട്ടു. സ്വർഗീയ കോടതി ഉത്തരവിട്ടു, നഷ്ടം നികത്തണം. മാനവജാതി പാപം ചെയ്തത് കൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, എന്താ സംഭവിച്ചത്? ദൈവത്തിന് എന്താ നഷ്ടം ഉണ്ടായത്? നമുക്കെന്താ നഷ്ടം ഉണ്ടായത്? നമുക്കെന്താ നഷ്ടം ഉണ്ടായത്? വ്യക്തിപരമായി നാം ദൈവത്തിന്റെ ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആത്മിക ജീവനെ നാം കൊന്നതിന് കൊലപ്പുള്ളികളാണ്, കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുക. പാപം ചെയ്തവൻ ശിക്ഷിക്കപ്പെടുമെന്ന് പറയാൻ കാരണം അതാണ്. നമ്മുടെ ആത്മാവിനെ കൊന്നതിന് ഉത്തരവാദിത്വം നമുക്കാണ്. അതുകൊണ്ട് കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുക. അപ്പോൾ അവിടുന്ന് വിടുതൽ പ്രാപിച്ചു, രക്ഷപ്പെട്ടു. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, ദൈവത്തിന് കുറെ നഷ്ടം വന്നു. ദൈവത്തിന് നഷ്ടം എന്താണ്? ദൈവത്തിന് മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന് തന്നെ നഷ്ടം വന്നു. ദൈവത്തിന് സമാധാനം പോയി. ദൈവം സ്വസ്ഥതയിൽ പ്രവേശിച്ചായിരുന്നു. എപ്പോഴും മനുഷ്യനെ മുഴുവൻ സൃഷ്ടിച്ച് സകല ജീവജന്തുക്കളെ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒടുവിലായി മനുഷ്യനെ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് ദൈവം എന്ത് ചെയ്തു? സ്വസ്ഥതയിൽ പ്രവേശിച്ചു അല്ലേ? ശബത്ത് ആചരിച്ചു.
ഈ മനുഷ്യരെല്ലാം കൂടെ കൂടി ദൈവത്തിന്റെ ശബ്ദത്തിനെ തല്ലിക്കെടുത്തി. സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയി. ആ 7-ാം ദിവസം നിവൃത്തിയായെന്ന് പറഞ്ഞുകൊണ്ട് സ്വസ്ഥതയെ പ്രവേശിച്ച കർത്താവ് ഇന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച, താൻ സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്തു? തന്നോടുള്ള കൂട്ടായ്മ വിച്ഛേദിച്ച് വെളിയിൽ പോയി. ദൈവം തിരക്കുക അന്ന് മുതൽ, ആദാമേ നീ എവിടെയാണ്? ആദാമേ നീ എവിടെ പോയിരിക്കുന്നു? അന്വേഷിച്ച് പുറകെ നടക്കുക. ദൈവത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന്റെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയി. ഒരുത്തൻ പോയാൽ വേറെ കിട്ടുമെന്ന് നമ്മുടെ ഭാഷയിൽ. എന്നാൽ ദൈവത്തിന് അങ്ങനെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ കോടാകോടി ദൂതന്മാരുണ്ടായിരുന്നു. രത്നങ്ങൾ കൊണ്ടും സ്വർണങ്ങൾ കൊണ്ടും ഉണ്ടാക്കിയതായ ദൂതന്മാർ ദൈവത്തിനുണ്ടായിരുന്നു. അവർ പാപം ചെയ്തു പോയി. അവരെ വെട്ടി താഴെയിട്ടു. ഭൂതാത്മാക്കളായി, പൈശാചികാത്മാക്കളായി ഭൂമിയിൽ ഊടാടിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് വീണ്ടെടുപ്പില്ലാതിരിക്കുമ്പോൾ മണ്ണിൽ നിന്നെടുത്തിരിക്കുന്ന മാനവജാതിക്ക് ദൈവം വീണ്ടും വിചാരം കൊടുത്തിരിക്കുന്നത് കൊണ്ട് വീണ്ടും ചിന്തിക്കാൻ, ഒരു റീതിങ്ക് ചെയ്യാൻ ഒരവസരം കൊടുത്തിരിക്കുന്നത് എത്ര ഭാഗ്യകരമാണ്. നമ്മെ മനുഷ്യനായി നിർമ്മിച്ചത് കൊണ്ട് ദൈവത്തെ ചിന്തിക്കണം. ഹല്ലേലൂയ. അങ്ങനെ മടങ്ങി വരവിന് വേണ്ടി ദൈവം ചെയ്ത പരിപാടി, താൻ അസ്വസ്ഥനായി, താൻ എന്ത് ചെയ്യാനാ, താൻ ശ്രദ്ധിക്കുക, ചിന്തിക്കുക. സ്തോത്രം. അങ്ങനെ തൃത്വത്തിൽ രണ്ടാമനായ യേശു കർത്താവിനെ കാൽവറി ക്രൂശിൽ തകർത്ത് മാനവജാതി മുഴുവൻ മടങ്ങി വരുന്നത് വരെ അവൻ സ്വസ്ഥതയില്ലാതെ നിൽക്കുകയാണ്. സമാധാനത്തോടു കൂടിയല്ല, സ്വസ്ഥതയുമായിട്ടല്ല ഇരിക്കുന്നത്. യേശു കർത്താവിനെ കുറിച്ച് വായിക്കുന്നത്, അവൻ ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പിതാവിനോട് പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഫ്രീ അല്ല. യേശു കർത്താവ് ഒരിക്കലും ഫ്രീ അല്ല. പകലും രാത്രിയിലും ഫ്രീ അല്ല. മനസ്സിലാവും. നമ്മളൊക്കെ പ്രാർത്ഥിച്ചെത്തി കിടന്ന് ഉറങ്ങുമ്പോഴും കർത്താവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സകലർക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുക. അവന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയി. പ്രായശ്ചിത്തം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു കർത്താവിന്റെ കാൽവറി ക്രൂശിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അവൻ പ്രായശ്ചിത്തം, നമുക്ക് കൊടുത്തു തീർക്കാൻ കഴിയാത്ത ദൈവികമായ ഭാഗത്തു നിന്നുണ്ടായ നഷ്ടം കൊടുത്തു തീർക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് അത് അവൻ തന്നെ കൊടുത്തു തീർത്തു. നമ്മുടെ വീണ്ടെടുപ്പിനകത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തുടർന്ന് വായിക്കുമ്പോൾ ഗലാത്യ ലേഖനത്തിലേക്ക് വരാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഗലാത്യർ 3:10, 13 എന്നീ വാക്യങ്ങൾ വായിക്കും. നിയമത്തിൽ കാണുന്നത് ഒത്തിരി ശാപങ്ങളെ കുറിച്ച് വായിക്കുന്നു. അനുഗ്രഹമില്ലേ? ഉണ്ട്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം നമ്മൾ ഓർക്കുന്നത് പോലെ ആദ്യ അനുഗ്രഹവും പിന്നെ ശാപവുമാണ്. എന്താ സുഖമായിട്ട് അങ്ങ് അനുഗ്രഹം പ്രാപിക്കരുതോ? നിന്റെ മാവ് ഒഴിക്കുന്ന തൊട്ടിയും വട്ടിയും കൊട്ടയും മൃഗവും എന്ന് വേണ്ട എല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. പക്ഷേ അതിന് കൂടുതൽ കാര്യം പറഞ്ഞിട്ടുണ്ട്. ദൈവിക അനുഗ്രഹങ്ങളെല്ലാം കണ്ടീഷണലാണ്, വ്യവസ്ഥയുള്ളതാണ്. നീ ഇങ്ങനെ ചെയ്താൽ അനുഗ്രഹിക്കപ്പെടും, ഇല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന് മാത്രമല്ല, ശാപം വരും. എന്താ ശാപം? ശത്രുവിനെ നീ സേവിക്കേണ്ടി വരും. അവൻ്റെ മുഖം നിന്റെ പള്ളിക്കിരിക്കും. അവൻ നിന്നെ ഓടിച്ചു കളയും. നീ വല്ലവൻ്റെ രാജ്യത്തിരിക്കേണ്ടി വരും. നീ അത് അനുഭവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ ശാപത്തിൻ്റെ ദൂതുകളാണ് ബാക്കി കിടക്കുന്നത്. നമ്മളത് ആദ്യം വായിക്കുന്നുണ്ട്, ചിന്തിക്കും, അത് സുഖമായിട്ട് അങ്ങ് ആരാധിച്ചാൽ പോലെ അനുഗ്രഹം കിട്ടുകയല്ലേ. സത്യം പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് വരുമ്പോഴാണ് സംഗതി മാറുന്നത്. തിയറിറ്റിക്കലായിട്ട് കറക്റ്റാ, പക്ഷെ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ സംഗതി മാറും. എന്താണെന്നറിയാമോ? 2-3 വീട്ടുകാർ ഒരുമിച്ച് താമസിക്കുന്നു. പല കാര്യങ്ങൾക്കകത്ത് അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരുന്നു. പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ വന്നു കയറുന്നു. നമ്മൾ ഇംബാലൻസ് ആകുന്നു. ദേഷ്യം വരുന്നു, എതിരെ എന്തെങ്കിലും പറയുന്നു, ചെയ്യുന്നു. അതൊക്കെ ഒരു ദിവസം കൊണ്ടല്ല സംഭവിക്കുന്നത്. കുറേ നാൾ കൊണ്ട് വരുന്ന അകൽച്ചയാണ്, ഭിന്നതയാണ്, വൈരാഗ്യങ്ങളാണ്. ഞാൻ ഒരു ഉദാഹരണം മാത്രമേ പറഞ്ഞത്. അങ്ങനെ മനുഷ്യർ തമ്മിൽ സ്പർദ്ധയാകും. അത് ദൈവികമായി അനുഗ്രഹമല്ല, ശാപമുളവാക്കുന്ന. ഇതുപോലെ എത്ര കാര്യങ്ങൾ പ്രാക്ടിക്കലായി അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവവചനത്തിലെ ഓരോരോ കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്ന മനുഷ്യനെ കാണുവാൻ കഴിയുന്നത്. ഒറ്റയടിക്കല്ല സംഭവിക്കുന്നത്.
ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നു, അയ്യോ, എൻ്റെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എനിക്ക് കഴിയുന്നു. പിന്നെ എന്നാ കിട്ടുന്നത്? കുറെ ശാപത്തിന് കൂമ്പാരം തലയും പിടിച്ചോ. നമ്മളെ വഞ്ചിക്കാൻ വേണ്ടി സാത്താനും കൂട്ടരും കൂടെ ഉള്ളപ്പോൾ റെഡിയായി. ഇത് കർത്താവിന് അറിയാവുന്നത് കൊണ്ട് കാലസമ്പൂർണതയെങ്കിൽ സ്ത്രീയുടെ സന്തതിയായി കടന്നു വന്ന കർത്താവ് ചെയ്ത പരിപാടി ഈ ന്യായപ്രമാണത്തിന്റെ ക്ലച്ചിനകത്തുനിന്ന് മനുഷ്യവർഗത്തെ മുഴുവൻ കർത്താവ് ഇങ്ങനെ വേർതിരിച്ചെടുത്തു. ന്യായപ്രമാണം താൽക്കാലികമായിട്ട് കൊടുത്തതാ. മശിഹ വരുന്നത് വരെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി കൊടുത്തതാ. യഹൂദന് വേണ്ടി മാത്രം കൊടുത്തതാ. അവർ ദൈവഭയത്തോട് ജീവിക്കുന്നതിന് വേണ്ടിയും സെപ്പറേറ്റഡ് പീപ്പിളായി വേർപെട്ട ജനമായി ജീവിക്കേണ്ടതിന് വേണ്ടി മാത്രം അവർക്ക് കൊടുത്തതാ. എന്നാൽ ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ കർത്താവ് ഉദ്ദേശിച്ചതുപോലെ സകല മാനവജാതിയെയും ആ നിയമത്തിന്റെ കുരുക്കിനെ അടിച്ച് പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. ന്യായപ്രമാണം പറയുന്ന ഒരൊറ്റ ശാപങ്ങളും യേശുവിനെ ആരാധിക്കുന്നവർക്ക് ഉണ്ടാകാതിരിക്കേണ്ടതിന് അവൻ ന്യായപ്രമാണത്തിന് അന്തമായി തോന്നും. വായിക്കാം, എല്ലാവരും വായിക്കാം. കണ്ടോ, ന്യായപ്രമാണത്തിൽ എല്ലാം ചെയ്തെങ്കിൽ മാത്രമേ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ, അല്ലാതെ ശപിക്കപ്പെടും. ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിനും തെറ്റി. ഓ, എത്ര ഭയങ്കര അല്ലേ! ഒരു ഗ്ലാസ് പാലിരിക്കുന്നു, അതിനകത്ത് ഒരു ഡ്രോപ്പ് വിഷം വീണു. ഒരു ഗ്ലാസ് പാലിനകത്ത് ഒരു ഡ്രോപ്പ് വിഷം വീണു. ഒരു ഡ്രോപ്പ് വിഷമല്ല വീണു എന്ന് പറഞ്ഞ് കുടിക്കൂ? വിവരമറി. അതിന്റെ പേര് പിന്നെ പാലെന്നല്ല, വിഷമെന്ന്. 99 നല്ല കാര്യം ചെയ്തു, ഒരു തിന്മയും ചെയ്തു. ആ തിന്മയ്ക്ക് എത്രയും പവർ ഉണ്ടാകാൻ കാര്യം എന്താ പറഞ്ഞോളെ? തിന്മ ഭയങ്കരമായിട്ട് മരണകരമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ കഴിച്ചു, ഒടുവിൽ ശാരം വിഷം കൂടെ കഴിച്ചു. ആ നല്ല കാര്യമല്ല വർക്ക് ചെയ്യാൻ പോകുന്നത്, ദോഷകരമായ കാര്യങ്ങൾ. അതുകൊണ്ട് തിരുവചനം പറയുന്നു, ന്യായപ്രമാണത്തിന് പ്രവർത്തികളിൽ ആശ്രയിച്ചാൽ മരണം നിശ്ചയം. അതുകൊണ്ട് അതിൻ്റെ ബന്ധനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ന്യായപ്രമാണ കർത്താവിൻ്റെ മരണം ആവശ്യമായിരിക്കുന്നു. ഇനി അദ്ദേഹം അമെൻഡ് ചെയ്യണം, ഭേദഗതി വരുത്തണം നിയമത്തെ. അത് ദൈവം തന്നെ ചെയ്യണം. അതാണ് കാൽവരി ക്രൂശിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യനെ കൊണ്ട് അതിനെ ബന്ധനം അഴിക്കാൻ കഴിയത്തില്ല. നാം പ്രവർത്തിയാലല്ല, വിശ്വാസത്താൽ അത്ര എന്ന് പറയാൻ കാരണം അതാണ്. ഇനി അതിൻ്റെ 13-ാമത്തെ വാക്യം, 13 മരത്തിന്മേൽ തൂങ്ങുന്ന ഏവനെ ശപിക്കപ്പെട്ടവനെന്നുണ്ടല്ലോ. അടുത്തത് ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നോക്കുക, വിശ്വാസത്താൽ നമുക്ക് വേണ്ടി അവന് നൽകി തന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ യേശു കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഒന്നുകൂടെ പറയുന്നു. സോദരൻ, അങ്ങനെയാണെങ്കിൽ കർത്താവ് ചെയ്തത് എന്താണ്? മരത്തിന്മേൽ തൂങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടി തൂങ്ങിയ കാര്യമല്ല. ഒരു മുസ്ലിം സഹോദരനോട് ചോദിച്ച ചോദ്യമാണ്. വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ പ്രമാണപ്രകാരം ശരിയാണ്. അത് പൗലോസ് എടുത്ത് പറഞ്ഞിരിക്കുകയാണ്, ഉദ്ധരിച്ച് പറഞ്ഞിരിക്കുക. റെഫറൻസ് ചെയ്തവരാണ് ചോദിച്ചത്. റെഫറൻസ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു ശപിക്കപ്പെട്ടവനല്ലേ? ആ ശപിക്കപ്പെട്ടവന്റെ പുറകെ പോകുന്ന നിങ്ങളും ശപിക്കപ്പെട്ടവനല്ലേ? അതിന് മറുപടി ഇത്രയേ ഉള്ളൂ. വെള്ളത്തിൽ കിടന്ന് വെള്ളം കുടിച്ച് മേപ്പോട്ട് വരികയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പം ചാകുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരുത്തനെ രക്ഷിക്കാൻ നാട്ടുകാർ മുഴുവനും കൂടിയിട്ടുണ്ട്. അവരെല്ലാം കൂടെ പറയും, അവനെ ഇങ്ങോട്ട് നീന്ത, ഇങ്ങനെ കൈയിട്ടടിക്കണം, കാല് ശരിക്കടിക്കണം. അവനെ നീന്തൽ പഠിപ്പിക്കാൻ പോവാ, ജാകാൻ പോവാ. നീന്തൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് എല്ലാവരും നിൽക്കുന്നത്. എന്നാൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുത്തിന് ആത്മഭാരം തോന്നിയിട്ട് എടുത്ത് ചാടി അവനെ പിടിച്ച് പൊക്കിക്കൊണ്ട് വന്നു. അവനാണ് അവൻ്റെ രക്ഷകൻ. മതങ്ങളും വിസങ്ങളും തത്വശാസ്ത്രങ്ങളും നിന്നുകൊണ്ട് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നെല്ലാം നല്ല കാര്യങ്ങൾ മാനവജാതിയോട് പറയുമ്പോൾ യേശു കർത്താവ് ചെയ്തത്, അവനായിരിക്കുന്ന പാപത്തിന്റെ ചേറ്റിലേക്ക് ഇറങ്ങി വന്ന് അവനെ വിടിവിച്ച് പുറത്തു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തെ അന്വേഷിച്ച് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അവൻ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നവനാണ്. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നാം കേട്ടുകൊണ്ടിരുന്ന ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു, ഇതുപോലെ നമ്മെ വീണ്ടെടുപ്പാൻ മറ്റാരുമില്ല, ഇതുപോലെ നമ്മെ രക്ഷിക്കാൻ മറ്റാരുമില്ല. ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. മറ്റൊരുത്തൻ രക്ഷയില്ല,
നാം രക്ഷിക്കപ്പെടുവാൻ. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു ക്രിസ്തു നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. അതുകൊണ്ട് കാൽവരി ക്രൂശ് ചെയ്തിരിക്കുന്ന കാര്യം, യേശു കർത്താവിൻ്റെ രക്തത്തിൻ്റെ കാര്യം നാം ഇന്ന് പകൽ ചിന്തിപ്പാനിടയായി. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിലേക്ക് കടന്നു വന്ന് ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. പ്രവൃത്തി കൊണ്ട് അന്വേഷിക്കരുതേ, അത് തകർച്ചയായി തീരും. കർമ്മമാർഗത്താലല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. ഒരു പണം പോലും, ഒരു പൈസ പോലും അതിനു വേണ്ടി കൊടുക്കണ്ട. വിശ്വാസത്താൽ നീ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നുകൊണ്ട്, നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് കർത്താവിനോട് വിളിച്ചപേക്ഷിക്കൂ. അവൻ നിന്റെ പാപങ്ങളെ ക്ഷമിച്ചതിനെ വിടുവിക്കുന്ന ദൈവം അത്രേ. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന നല്ല ശബ്ദങ്ങൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മറുവിലയായി പ്രായശ്ചിത്തമായി കാൽവറിയിൽ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവിനെ ഒരിക്കൽ കൂടെ ധ്യാനിക്കുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവെ, ഞങ്ങൾ ഒരിക്കലായി വീണ്ടും ജന്മം പ്രാപിച്ചവരെങ്കിലും വീണ്ടും കഴുകൽ പ്രാപിക്കേണ്ട ആവശ്യമുള്ള ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. പ്രായശ്ചിത്തമായി തന്നിരിക്കുന്ന കർത്താവിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. മറുവിലയായി ഞങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന കർത്താവിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവിന് വേണ്ടി ജീവിപ്പാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ.